ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വടക്ക് ദിശയിലുള്ള സിയോൻ പർവ്വതം. യെഹെസ്കേൽ 1:4 വടക്കുനിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. ഇത് പുതിയ നിയമത്തെക്കുറിച്ച് യെഹെസ്കേൽ കണ്ട ദർശനം. പെന്തക്കോസ്ത് നാളിൽ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചോ എന്ന് അപ്പോസ്തലപ്രവൃത്തി 2:2 എഴുതപ്പെട്ടിട്ടുണ്ട്. 1 രാജാക്കന്മാർ 18:44-45 വചനങ്ങളിൽ ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. എന്തായാലും മേഘം എന്നത് മഴയെ കുറിക്കുന്നു. യാക്കോബ് 5:7 മുൻമഴ എന്നും പിന്മഴ എന്നും എഴുതിയിരിക്കുന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് അപ്പോസ്തലപ്രവൃത്തി 2:3 എഴുതപ്പെട്ടിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിൽ കാറ്റുപോലെ, മഴ പോലെ, അഗ്നി പോലെ അഭിഷേകത്തെ നമുക്ക് കാണാം. യെഹെസ്കേൽ വടക്ക് നിന്ന് കൊടുങ്കാറ്റും മേഘമെന്ന മഴ പാളിക്കത്തുന്ന തീ എന്ന് കാണുന്നു. ഒന്നാമതായി കൊടിയ കാറ്റുപോലെയുള്ള അനുഭവം. പെന്തക്കോസ്ത് നാളിൽ കൊടിയ കാറ്റ് ആ സ്ഥലത്തെ അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു എന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കാണിക്കുന്നു. 2 കൊരിന്ത്യർ 4:7 എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എന്ന് പൗലോസ് എഴുതുന്നു. തുടർച്ചയായി കഷ്ടം സഹിക്കുന്നവനെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, വീണു കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:17 ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ കാറ്റുപോലെയുള്ള കൊടും ശക്തിയിനാൽ നമുക്ക് വിരോധമായി വരുന്ന ഉപദ്രവങ്ങളെ നമുക്കില്ലാതെയാക്കാൻ സാധിക്കും. ഉപദ്രവം എന്നത് നമുക്ക് വിരോധമായതാണ്. ഇസ്രയേൽ ജനങ്ങൾ മിസ്രയീമിൽ 400 വർഷം ഉപദ്രവപ്പെട്ടു. എബ്രയർ 2:10 രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ഉപദ്രവങ്ങളെ നാം കാറ്റുപോലെയുള്ള ശക്തിയിനാൽ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റും. ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്ന് പൗലോസ് എഴുതുന്നു. ഇത് കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നതിന്റെ അനുഭവം. ഈ ഉപദ്രവങ്ങളെ ലഘുവായി നീക്കാതെ പോയാൽ അത് മഹാ ഉപദ്രവം എന്ന നീങ്ങാത്ത സ്ഥലത്തിൽ നമ്മെ കൊണ്ടുപോകും. മത്തായി എഴുതിയ സുവിശേഷം 24:21 ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകുമെന്ന് കർത്താവ് പറയുന്നു. ഇത് അന്തിക്രിസ്തുവിന്റെ കാലത്തിൽ നടക്കാനിരിക്കുന്ന ഉപദ്രവം. ഇന്നുവരയ്ക്കും ആ ഉപദ്രവം ഇല്ല എന്ന് കർത്താവ് പറയുന്നു. അത് 4000 വർഷക്കാലമായി ആ ഉപദ്രവം ഇല്ല. ഇതിനുശേഷവും സംഭവിക്കാത്തതുമായ എന്നത് ഈ 2000 വർഷക്കാലങ്ങളിലും ഇങ്ങനെയുള്ള ഉപദ്രവം ഇല്ല എന്ന് പറഞ്ഞു വരുന്നു. അതിനുശേഷം മഹാ ഉപദ്രവം വരും. എന്നാൽ കർത്താവിന്റെ വരവിന് ശേഷം അന്തിക്രിസ്തുവിന്റെ ഭരണത്തിൽ വരുന്ന മഹാ ഉപദ്രവം. ഈ മഹാ ഉപദ്രവത്തിൽ കൈവിടപ്പെട്ട സഭ രക്തസാക്ഷിയായി മരിക്കും. അവർ മരിക്കുന്നതുവരെ ആ ഉപദ്രവം അവരെ വിട്ട് നീങ്ങില്ല. കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്നവർക്ക് ഞൊടിയിടയിൽ നീങ്ങുന്ന ലഘുവായ കഷ്ടങ്ങൾ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടും. എന്തായാലും വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ് എന്ന പെന്തക്കോസ്തിൻ അഭിഷേകത്തെ ഈ മൺകൂടാരങ്ങളിൽ പ്രാപിച്ചിരിക്കിയാൽ ഉപദ്രവങ്ങളെ ലഘുവായി നീക്കി നിത്യഘന മഹിമയെ പ്രാപിക്കാം. രണ്ടാമതായി മേഘം എന്ന മഴയെ പോലെയുള്ള അനുഭവം. യാക്കോബ് 5:7 മുൻമാരി പിന്മാരി എന്ന് എഴുതിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 32:2 വചനത്തിൽ മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞുപോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും എന്ന് എഴുതിയിരിക്കുന്നു. മാരി എന്നത് ഉപദേശമായ മഴയെ കാട്ടും. ഉപദേശം ആദ്യ സഭയിലെ മഴയെ പോലെ പൊഴിഞ്ഞു. അപ്പോസ്തലന്മാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കേൾക്കുമ്പോൾ യഹൂദന്മാർ ഭ്രമിക്കുന്നു. ഹന്നാവും കയഫാവും എന്ന പ്രധാന പുരോഹിതന്മാർ പത്രോസും യോഹന്നാനും സംസാരിക്കുന്ന ധൈര്യത്തെ കണ്ട് ആശ്ചര്യപ്പെട്ടു എന്ന് അപ്പോസ്തലപ്രവൃത്തി 4:13 എഴുതപ്പെട്ടിട്ടുണ്ട്. ഭൂലോകത്തെ കലഹിപ്പിച്ചവർ എന്നും ഇവരെ കുറിച്ച് പറഞ്ഞതായി അപ്പോസ്തലപ്രവൃത്തി 17:6 പറയുന്നു. 1 തിമോത്തി 1:5 ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ എന്ന് പൗലോസ് എഴുതുന്നു. ശുദ്ധ ഹൃദയം എന്നത് നല്ല നിലം, നല്ല മനസാക്ഷി എന്നത് നല്ല വളം, നിർവ്യാജ വിശ്വാസം എന്നത് നല്ല വിത്ത്.
ഇതിന്റെ മേൽ പൊഴിയും മഴ 100 ഫലം കൊടുക്കും. ഉൽപ്പത്തി 26:12 ഇസ്ഹാക്ക് വിതച്ചു 100 മേനി വിളവ് കിട്ടി. നല്ല നിലം, നല്ല വളം, നല്ല വിത്തിന്മേൽ പൊഴിയുന്ന മഴ നല്ല ഫലം കൊടുക്കുമെന്നത് ശുദ്ധഹൃദയം, നൽമനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകും സ്നേഹം തന്നെ എന്ന് പൗലോസ് പറയുന്നു. റോമർ 5:5 ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് പൗലോസ് എഴുതുന്നു. എന്തായാലും മാരി എന്നത് സ്നേഹത്തോടെ ഇണയ്ക്കുന്നു. അത് ഉപദേശമായ മഴ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:15 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. ഒരു പൂർണ്ണമായ സ്നേഹത്തിൽ മാത്രമേ പൂർണ്ണ സത്യത്തെയും കൈക്കൊള്ളാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഈ ഉപദേശമാകുന്ന മഴയെ നാം അനുഭവമാക്കാം. മൂന്നാമതായി അഗ്നിജ്വാല പോലെയുള്ള നാവ്. അപ്പോസ്തല പ്രവൃത്തി 2:3 അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അഗ്നിജ്വാല പോലെയുള്ള നാവ് അവരുടെ മേൽ വന്നു പതിഞ്ഞപ്പോൾ ഉടനെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് അപ്പോസ്തല പ്രവൃത്തി 2:4 എഴുതപ്പെട്ടിട്ടുണ്ട്. അഗ്നിജ്വാല പോലെയുള്ള നാവ് അവരുടെ മേൽ വന്നു പതിഞ്ഞ ഉടനെ അവർ സംസാരിച്ച അന്യഭാഷകൾ 18 നാടുകളിൽ നിന്നും വന്ന യഹൂദന്മാർ അമ്പരന്നുപോയി. ഈ 18 നാടുകളിൽ നിന്നും വന്ന യഹൂദന്മാർ ഓരോരുത്തൻ നോക്കി, ഈ സംസാരിക്കുന്നവർ എല്ലാവരും ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവർ ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിച്ചു. പ്രവചന വചനത്തിൻ മൂല്യമായി അവരെ തെളിവുപെടുത്തി സത്യത്തിന്റെ പാതയിൽ അവരെ നടത്തി. യാക്കോബ് 3:6 നാവും ഒരു തീ തന്നെ എന്ന് യാക്കോബ് എഴുതുന്നു. നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു എന്ന് യാക്കോബ് 3:5 എഴുതിയിരിക്കുന്നു. മനുഷ്യന്റെ നാവിൽ വെളിപ്പെടും സംസാരത്തിൽ തിന്മയായ കാര്യങ്ങൾ കൂടുതലാണ്. പെന്തക്കോസ്ത് നാളിലുള്ള അഗ്നിജ്വാല പോലെയുള്ള നാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യാക്കോബ് 3 പറയപ്പെട്ട നാവ് കാടിനെ കത്തിക്കുന്ന തിന്മയായിരിക്കുന്നു. നാവിനെ അടക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത് എന്ന് യാക്കോബ് 3:8 പറയുന്നു. അത് അടങ്ങാത്ത അവയവം. നാവിനെ അടക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ശരീരത്തെയും നമുക്ക് അടക്കാൻ സാധിക്കും. 1 കൊരിന്ത്യർ 14:2 അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവത്തോട് സംസാരിക്കുന്നത് തന്നെ അഗ്നിജ്വാല പോലെയുള്ള നാവ്. ഇവിടെ നാവ്, തീ എന്നത് ആവശ്യമില്ലാത്ത സംസാരമാണ്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് എന്ന് യാക്കോബ് 3:1 യാക്കോബ് എഴുതുന്നു. ബോധിക്കുന്നത് എപ്പോഴും ശരിയായിരിക്കണം. അത് അഗ്നിജ്വാലയോടുകൂടിയ നാവോട് ഇണഞ്ഞിരിക്കണം. ദൈവം പറഞ്ഞതേ നാം പറയാൻ പറ്റുകയുള്ളൂ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് രഹസ്യങ്ങളെ സംസാരിക്കുന്നു. ഇതിന് വിരോധമായി സംസാരിക്കുമ്പോഴാണ്, ബോധിക്കുമ്പോഴാണ് ന്യായവിധിയിൽ നമ്മെ കൊണ്ടുപോകുന്നത്. 1 കൊരിന്ത്യർ 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ആക്കുകയത്രേ ചെയ്യുന്നത് എന്ന് പൗൽ പറയുന്നു. നാവ് ഒരു അടങ്ങാത്ത അവയവം. നാവിനെ അടക്കിയാൽ നമ്മളെ തന്നെ അടക്കാൻ പറ്റും. എന്തായാലും അപ്പോസ്തല പ്രവൃത്തി 2 നാവ് ദൈവത്തിന്റെ വീര്യപ്രവർത്തികളെ സംസാരിക്കുന്ന നാവ്. യാക്കോബ് 3 പറഞ്ഞ നാവ് അത് അടങ്ങാത്ത നാവ്, കാടിനെ കത്തിക്കുന്ന നാവ്, ന്യായതീർപ്പിനെ നമ്മളെ കൊണ്ടുപോകും നാവ്. ഇതിനെക്കുറിച്ച് നാം ജാഗ്രതയായിരിക്കണം. വടക്കുനിന്ന് ഒരു കാറ്റും വലിയ ഒരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു എന്ന് യെഹെസ്കേലിന്റെ ദർശനം. ഇത് പെന്തക്കോസ്ത് നാളിൽ 3 തന്മയിൻ അഭിഷേകമായിരിക്കുന്നു. ശമൂവേൽ മൂല്യമായി ദാവീദ് പ്രാപിച്ച അഭിഷേകം. ഇതിനെ 1 ശമൂവേൽ 16 നമുക്ക് കാണാം. യഹൂദയാൽ ദാവീദ് പ്രാപിച്ച അഭിഷേകം. ഇതിനെ 2 ശമൂവേൽ 2:4 കാണാം. യെരൂശലേമിനെ തലസ്ഥാന നഗരമായി എല്ലാ ഇസ്രയേലിനും വാഴാൻ ദാവീദ് പ്രാപിച്ച അഭിഷേകം. 2 ശമൂവേൽ 5 നമുക്കിതിനെ കാണാം.
ഇവിടെ ദാവീദിന്റെ 3 അഭിഷേകത്തെ നമുക്ക് കാണാം. ദാവീദ് ശമൂവേൽ മൂല്യമായി അഭിഷേകം പ്രാപിച്ചാലും അവന് വാഴുവാൻ സാധിച്ചില്ല. ഈ അഭിഷേകം ഗോലിയാത്തിനെ ജയിച്ചു. ശൗലിന്റെ തിന്മയായ ശക്തിയെ ആശ്വാസപ്പെടുത്തുന്നു. ശൗൽ ദാവീദിന് വിരോധമായി ദാവീദിനെ കൊല്ലുവാൻ പ്രയാസപ്പെടുന്നതായി നമുക്ക് കാണാം. ഒരു ദിവസം ശൗലിന്റെ കൈയാൽ നശിക്കേയുള്ളൂ എന്ന് ദാവീദ് പറഞ്ഞതായി 1 ശമൂവേൽ എഴുതിയ പുസ്തകം 27:1 നമുക്ക് കാണാം. ഇതിനുശേഷം ദാവീദ് ഫിലിസ്തർ നാട്ടിൽ പോകുന്നു. തുടർന്ന് ഫിലിസ്തീർകൾ ഇസ്രായേൽ ജനങ്ങളെ സംഹരിക്കുന്നു. അവിടെ ശൗൽ തന്റെ വാൾ പിടിച്ച് അതിന്മേൽ വീണു. 2 ശമൂവേൽ 1 ദാവീദ് ശൗലിനായി വിലാപം പാടുന്നു. അതിനുശേഷം യഹൂദയിൽ അഭിഷേകം ചെയ്ത ദാവീദ് യഹൂദയെ വാഴുന്നു. ശൗലിന്റെ മകൻ ശൗലിന്റെ സിംഹാസനത്തിൽ വാഴുന്നു. 2 ശമൂവേൽ 3:1 ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ശൗലിന്റെ സേനാധിപതിയുടെ മരണത്തെയും ശൗലിന്റെ മകന്റെ മരണത്തെയും നമുക്ക് കാണാൻ പറ്റും. ദാവീദ് ശത്രുക്കളിനായി വിലപിക്കുന്ന ഒരു മനുഷ്യൻ. എന്തായാലും യെരൂശലേം തലസ്ഥാനമായി കൊണ്ട് എല്ലാ ഇസ്രായേലിനെയും വാഴുന്നു. സിയോൻ കോട്ടയെ പിടിച്ചു തന്റെ കൈവശമാക്കി. സിയോൻ ദാവീദിന്റെ നഗരമായി. ശമൂവേലിന്റെ അഭിഷേകം ശൗലിനെ തരണം ചെയ്യാവുന്ന ഇടത്തിലിരിക്കുന്നു. യഹൂദയുടെ അഭിഷേകം ശൗലിന്റെ കുടുംബത്തെ തരണം ചെയ്യാൻ പറ്റുന്ന ഇടത്തിലും ഇരിക്കുന്നു. യെരൂശലേമിലെ അഭിഷേകം സിയോൻ കോട്ടയെ പിടിച്ച് ദാവീദിന്റെ നഗരമായി മാറ്റിയതായും കാണുന്നു. സങ്കീർത്തനം 48:2 മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എഴുത്തിൻ പ്രകാരമുള്ള സിയോനെ ദാവീദ് മഹാരാജാവ് തന്റെ കൈവശമാക്കി. ആത്മീയമായ സിയോൻ എന്നത് ദൈവം വസിക്കും സ്ഥലം. സങ്കീർത്തനം 132:13-14 വചനങ്ങളിൽ യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കയാൽ ഞാൻ അവിടെ വസിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ഏതായാലും വടക്ക് എന്നത് വടക്ക് ദിശയിലുള്ള സിയോനെ കാണിക്കുന്നു. യെഹെസ്കേൽ 1:4 വടക്കു നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയ ഒരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടോ എന്ന് വടക്ക് ദിശയിലുള്ള സിയോനെ കാട്ടുന്നു. പെന്തക്കോസ്തു നാളിലെ വടക്ക് ദിശയിലുള്ള സിയോനിൽ നിന്ന് വരുന്ന അഭിഷേകം കാറ്റുപോലെയും മഴ പോലെയും അഗ്നിജ്വാല പോലെയും വെളിപ്പെട്ടു വന്നു. ഇത് ദാവീദിൽ നാം കണ്ട 3 അഭിഷേകത്തിന് നിഴലാട്ടം. ഇതിനെ സത്യമായ പെന്തക്കോസ്തു നാളിൽ കാറ്റ്, മഴ, അഗ്നി എന്നിവ പോലെ അഭിഷേകമായി നമുക്ക് കാണാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പെന്തക്കോസ്തു നാളിൽ വെളിപ്പെട്ട അഭിഷേകത്തിന്റെ 3 തന്മകളെ കുറിച്ചാണ്. കാറ്റുപോലെയുള്ള അഭിഷേകത്തിൻ പ്രകാരം നമ്മുടെ ഉപദ്രവത്തെ ലഘുവായി നീക്കി ഘനമഹിമയെ പ്രാപിക്കാം. സ്നേഹത്തിനാൽ നമുക്ക് ജയം പ്രാപിക്കാം. ശുദ്ധഹൃദയത്തിൽ, നല്ല മനസാക്ഷിയിൽ, നിർവ്യാജ വിശ്വാസത്തിലും ഉളവാകുന്ന സ്നേഹം, നല്ല നിലം, നല്ല വളം, നല്ല വിത്തുകൾ 100 മടങ്ങ് ഫലത്തെ പ്രാപിക്കാം. അഗ്നിജ്വാല പോലെയുള്ള നാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്ഥാനത്ത് വെളിപ്പെടുന്നു. നാവ് തീ എന്നത് നാം മാറ്റിവെക്കാം. അഭിഷേകത്തിന്റെ ഈ 3 അനുഗ്രഹങ്ങളെയും പ്രാപിച്ചുകൊള്ളാം. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.